ചേർത്തലയിൽ കാണാതായ നവജാത ശിശുവിനെ അമ്മയും സുഹൃത്തും ചേർന്ന് കൊന്നു കുഴിച്ചുമൂടി. കുഞ്ഞിനെ സുഹൃത്തായ രതീഷിന്റെ വീട്ടിലാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. തെളിവെടുപ്പിനായി പ്രതിയായ രതീഷിനെ പള്ളിക്കലിലെ വീട്ടിലേക്ക് പോലീസ് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇത്. യുവതിയുടെ ഭർത്താവിന്റെ സുഹൃത്താണ് രതീഷ്. ഭർത്താവിന്റെ അറിവോടുകൂടിയാണ് കുട്ടിയെ പ്രസവിച്ച ഉടൻ മാറ്റിയത് എന്നാണ് മനസ്സിലാവുന്നത്. 15ഉം 10ഉം വയസ്സുള്ള 2 കുട്ടികളുണ്ട് യുവതിക്ക്. മൂന്നാമതൊരു കുഞ്ഞിനെ നോക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാൽ കുഞ്ഞിനെ തൃപ്പൂണിത്തുറയിലുള്ള ഒരാൾക്ക് വളർത്താനായി നൽകിയെന്നാണ് യുവതി ആശാവർക്കർമാരോട് ആദ്യം പറഞ്ഞത്. കഴിഞ്ഞ മാസം 26-നാണ് യുവതി ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവിച്ചത്. കുട്ടിയെ അന്വേഷിച്ച് വീട്ടിലെത്തിയ ആശാവർക്കർമാർക്ക് സംശയമുണ്ടായതിൽ പിന്നെയാണ് ജനപ്രതിനിധികൾ പോലീസിൽ പരാതിപ്പെടുന്നത്. ഇന്ന് ഉച്ചയോടെയാണ് യുവതിയെയും ഭർത്താവിൻ്റെ സുഹൃത്തിനെയും ചേർത്തല പോലീസ് സ്റ്റേഷനിൽ തെളിവെടുപ്പിനായി കൊണ്ടുവരുന്നത്. പിന്നാലെയാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ. കണ്ട കാഴ്ച അവൾ കുളിക്കായിരുന്നു, ബാത്റൂമിലായിട്ട് പോയിരിക്കുകയായിരുന്നു. ഞങ്ങൾ അവിടെ ചിരം നിന്നു. അതിനുശേഷം അവളെ വിളിച്ചു. അവൾ വന്ന് കട്ടിലിരുന്നു. പക്ഷേ അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നിയില്ല. അപ്പം ഞങ്ങൾ ചോദിച്ചു. അപ്പം അംഗനവാടി ടീച്ചറുമായിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ചോദിച്ചു എന്താണ് പ്രശ്നം. ഞാനും എൻ്റെ അംഗനവാടി ടീച്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചോദിച്ചപ്പോൾ പറഞ്ഞു ചേച്ചി പ്രസവിച്ച് ആൺകുട്ടിയായിരുന്നു. പിന്നെ അതിന് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് തൃപ്പൂണിത്തുറയിലൊരാൾക്ക് വളർത്താൻ കൊടുത്തു. എൻ്റെ സാമ്പത്തിക ശേഷി മോശമാണ്. മൂന്നാമതൊരു കുഞ്ഞിനെ കൂടി വളർത്താനുള്ള ശേഷി ഞങ്ങൾക്കില്ല, ഭാര്യക്കും ഭർത്താവിനും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളതിന് കുഞ്ഞുങ്ങളില്ലാത്ത വിഷമം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തു. പിന്നെ അതുകൊണ്ട് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ചോദിച്ചപ്പോൾ അങ്ങനെ കൊടുത്തപ്പോൾ ലീഗലി ആണോ? അല്ലല്ലോ. അപ്പോൾ ലീഗലി എന്തുകൊണ്ട് അറിയിച്ചില്ല? അതിനെക്കുറിച്ച് നമുക്കറിയില്ലെന്നാണ് അവൾ പറയുന്നത്. പക്ഷേ അത് അങ്ങനെ കൊടുത്തപ്പം ഞങ്ങളോട് പറയണ്ടേ, ഇല്ലെങ്കിൽ ആശാപ്രവർത്തനങ്ങൾ പറയണ്ടേന്ന് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് തന്നെയാണ്. ചേച്ചി പൈസ ഇല്ലാത്തത് കൊണ്ട്, വളർത്താനുള്ള പൈസ ഇല്ല, അവർക്ക് ജോലിക്ക് പോകണം, 2 കുഞ്ഞുങ്ങളെ വളർത്തണം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തതെന്നാണ് പറഞ്ഞത്. ഭർത്താവ് എന്താ പറയുന്നത്? ഭർത്താവ് ഞങ്ങൾ ഇന്ന് കണ്ടില്ല, അവൻ ജോലിക്ക് പോയേക്കായിരുന്നു, വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞതിപ്പം ഇവിടെ പറയുന്നത് ഭർത്താവ് പറഞ്ഞുകൊണ്ടാണ്, ഭർത്താവിന് എല്ലാ കാര്യങ്ങളും അറിയാം എന്നാണ് ആശ പറഞ്ഞത്. അല്ല, യുവതി പറഞ്ഞത്. ഭർത്താവിന് പക്ഷേ അറിയില്ല എന്നാണോ? ഇല്ല, ഭർത്താവിനെ ഞാൻ കണ്ടില്ല, ഇന്ന് വിളിച്ചിട്ട് കിട്ടിയില്ല. അത് മറ്റുള്ളവർ പറയുന്നത് അദ്ദേഹത്തിന് അറിയില്ല, ഇങ്ങനൊരു സംഭവം ഗർഭിണിയാണ് എന്നുള്ളൊരു കാര്യം അറിയില്ല, മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതാണെന്നാണല്ലോ പറയുന്നത്. ഭർത്താവിന് അറിയില്ല എന്ന് ചോദിച്ചാൽ നമ്മുടെ ആശാപ്രവർത്തക ഭർത്താവിനോട് ഒരു ദിവസം സംസാരിച്ചിരുന്നു. ഭർത്താവ് പറഞ്ഞത് അങ്ങനൊരു സംഭവം ഇല്ലായിരുന്നെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ആശയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, ഭർത്താവിനും കൂടി അറിയാം എന്നാണ് പറഞ്ഞത്. ശരിക്കും അവരൊരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുടുംബമാണോ? തീർച്ചയായിട്ടും വളരെ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ്. വീട്ടിൽ ഭർത്താവ്, 2 കുഞ്ഞുങ്ങൾ, ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും അമ്മയുടെ അമ്മയും ഉണ്ട്. വീട്ടുകാരെന്താ പറയുന്നത്? വീട്ടുകാരെന്ന് വെച്ചാൽ അച്ഛൻ തീരെ വയ്യാത്ത ആൾക്കാരാണ്, അമ്മയ്ക്കും അത്ര കൂലിപ്പണിയൊക്കെ ജീവിക്കുന്നതാണ്. ഈ പറഞ്ഞ പോലെ എല്ലാ അറിവ് കുറവുള്ളൊരു ഫാമിലി ആയിട്ടാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. നമ്മൾക്ക് രാവിലെ കിട്ടുന്ന റിപ്പോർട്ട് ഇന്ന പോലെ ഒരു യുവതി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പ്രസവിച്ചെന്നു. ആ കുട്ടിയുടെ കുട്ടി കൈവശമില്ലെന്നുള്ള അറിയിപ്പാണ് നമുക്ക് ആശാവർക്കർ മുഖാന്തരം, ഹെൽത്ത് മുഖാന്തരം നമുക്ക് കിട്ടിയത്. അപ്പോൾ തന്നെ പോലീസിനെയും അതേപോലെ തന്നെ ചൈൽഡ് പ്രൊട്ടക്ഷനെയും നമ്മൾ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചപ്പോഴാണ് ഈ പെണ്ണ് പറയുന്നത് ഈ കുട്ടിയെ നോക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഈ കുട്ടിയെ മറ്റൊരാളെ ഏൽപ്പിച്ചു നോക്കുവാൻ വേണ്ടി തൃപ്പൂണിത്തുറയുള്ള ഒരു ഫാമിലിനെ ഏൽപ്പിച്ചു എന്നാണ് നമുക്ക് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ അത് കേസ് കൊടുത്തുകൊണ്ട് ഇപ്പോൾ അവരെ സ്റ്റേഷനിലേക്ക് മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബാക്കി ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശേഷം മാത്രമേ നമുക്ക് എന്താണ് സംഭവിച്ചത് നമുക്ക് അറിയുന്നത്. യുവതിക്ക് എത്ര വയസ്സുണ്ട്? ഏകദേശം 35 വയസ്സെന്നാണ് നമുക്ക് റിപ്പോർട്ട്. ഓൾറെഡി 2 മക്കളുണ്ട്. അതെ, 2 കുട്ടികൾ ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.